അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ തന്നെ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതായത് പരിശുദ്ധ റജബ് മാസം എന്ന് പറയുന്നത് കേവലം പുണ്യങ്ങൾ നന്മകൾക്ക് വല്ലാത്ത പോരിശ അതുമാത്രമല്ല, അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന ഒരു മനോഹരമായ സംവിധാനം, വലിയൊരു ഓഫർ കൂടെ ഈ റജബിൽ ഉണ്ട് എന്ന് പുണ്യ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമ്മുടെ ലൈഫിലെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അത് ഏത് വിഷയത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വയുഫർരിജു ഫീഹിൽ ഖുർബാത്ത്. ഈ റജബ് മാസത്തിൽ നിങ്ങളുടെ കർബുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അതെല്ലാം ഒഴിവാക്കും അല്ലാഹു, അത് നീക്കം ചെയ്ത് കളയും. ആ വലിയ സൗഭാഗ്യമുണ്ട് ഈ മാസത്തിൽ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളെല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ആവേശത്തോടു കൂടെ ഈ ഒരു വിഷയം നമ്മൾ ക്യാച്ച് ചെയ്യണം. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് ഒട്ടനവധി ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. ചെറിയ രോഗമാകാം, വലിയ രോഗമാകാം, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാകാം, അല്ലെങ്കിൽ മരുന്ന് എടുക്കുന്നില്ല എങ്കിലും ആ പ്രയാസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അത്തരം രോഗങ്ങളൊന്ന് മാറിക്കിട്ടണം, ലൈഫ് ഇതൊന്ന് മാറണം. പോയാൽ തന്നെ രോഗം ഒന്ന് മാറിയാൽ തന്നെ വീണ്ടും വരിക, അങ്ങനെ പ്രയാസങ്ങളാണ്. അതൊന്ന് പൂർണ്ണമായിട്ട് മാറണം. ആ ഒരു നീയത്ത് നമ്മുടെ കൽബിലുണ്ട്, ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കടബാധ്യതകൾ കൊണ്ട് ഒരുപാട് പേര്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഈ ചാനലിൻ്റെ കുടുംബത്തിൽ ഒട്ടനവധി ആളുകൾ ചെറുതും വലുതുമായ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ആ കടങ്ങൾ എന്നേക്കുമായി നീക്കം ചെയ്ത് അൽഹംദുലില്ലാഹ് കടങ്ങളില്ലാത്തൊരു ജീവിതം നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മരിച്ച് നമ്മുടെ ജനാസ പള്ളിയിൽ നിസ്കരിക്കാൻ കയറ്റുമ്പോൾ ഒരു രൂപ പോലും കടമില്ലാത്തവരായി, ബാധ്യതയില്ലാത്തവരായി മാറാമെന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു ആ സൗഭാഗ്യം ഒരാളും വിഷമിക്കണ്ട, ഒരാളും പ്രയാസപ്പെടേണ്ട. കടങ്ങൾ നമുക്ക് പരീക്ഷണാർത്ഥം നൽകിയ അള്ളാഹു തന്നെ നമ്മുടെ കടം, ആ പ്രശ്നം പരിഹരിക്കാൻ പോവാൻ. അത് റജബിൻ്റെ വലിയൊരു ബെനിഫിറ്റാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, മക്കളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇഷ്യൂസുകൾ, പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഈ പ്രയാസങ്ങളെ, കുർബാത്തുകളെ റിമൂവ് ചെയ്ത് കളയാനുള്ള വലിയൊരു മാർഗം പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമ്മാ പറഞ്ഞു തരികയല്ല, ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ മുമ്പാകെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ ഒരുപാട് പ്രയാസമൊന്നുമില്ല. ഒരു 2 റക്അത്ത് നിസ്കരിക്കേണ്ട പ്രയാസം പോലും ഈ ഒരു പുണ്യമായ അമലിനില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അമൽ പ്രിയപ്പെട്ടവരെ നോക്കാം. എന്താണ് അതിൻ്റെ മാർഗം? പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്യന്തിക മാർഗം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പരീക്ഷണാർത്ഥം നൽകിയ അള്ളാഹു ഇടപെടുക എന്നതാണ്. അള്ളാഹു പ്രശ്നത്തിന് പരിഹാരം കാണുക, അതാണല്ലോ മാർഗം. അള്ളാഹു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ വേണ്ടി നമ്മുടെ നേർക്ക് ഇടപെടാനുള്ള ഒരു എളുപ്പമാർഗം അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമാണ്, ഖുർആനാണ്. ഖുർആൻ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ വിഷയത്തിൽ ഇടപെടും. അത് അള്ളാഹു വച്ചിരിക്കുന്നൊരു സംവിധാനമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ പ്രമുഖനായ ഒരു നബിയുടെ എക്സ്പീരിയൻസ്, അനുഭവം, അദ്ദേഹം വല്ലാത്ത ഒരു പ്രയാസത്തിലകപ്പെട്ടു പോയി, വലിയൊരു പ്രയാസത്തിൽ, ഒരു വിഷമത്തിൽ കുടുങ്ങിപ്പോയി. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രയാസം ഞാൻ നീക്കം ചെയ്ത് കൊടുത്തു എന്ന് പറയുന്ന ഖുർആൻ പ്രസന്റ് ചെയ്യുന്ന ഭാഗമാണ്, ചരിത്രമാണ്. ആ ഭാഗത്ത് ആ പ്രശ്നം പരിഹരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു തന്നെയാണ് പറയുന്നത്. അത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഹദീസ് ഇമാം തിർമിദി തങ്ങൾ കൊണ്ടുവരുന്ന, പ്രസന്റ് ചെയ്യുന്ന ഹദീസിൽ കാണുന്നുണ്ട്. എന്താ ഹദീസിൽ പറയുന്നത്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇന്നി ലഅലമു കലിമതൻ ലാ യഖൂലുഹാ മക്റൂബുൻ ഇല്ലാ ഫറജല്ലാഹു അൻഹു. ഈ ഹദീസ് നമ്മുടെ കാതിലൂടെ കൽബിലേക്ക് തുളച്ച് കയറേണ്ട ഹദീസാണ്. കാരണം നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല പ്രയാസങ്ങളെയും നമ്മൾ കോണ്ടാക്ട് ചെയ്യും. അതൊക്കെ സിമ്പിളായിട്ട് പരിഹരിക്കാനുള്ള അത്ഭുതകരമായ ഒരു മാർഗമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇന്നി ലഅലമു കലിമത്തൻ, എനിക്കൊരു വാക്കറിയാം, എനിക്കൊരു കലിമത്തറിയാം, ഒരു വചനം അറിയാം. ആ വചനം ലാ യഖൂലുഹാ മക്റൂബുൻ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനും, ആണാകട്ടെ പെണ്ണാകട്ടെ ആരും ആകട്ടെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരുമായാലും, എന്തു പ്രയാസമായാലും അവർ ഈ പരിശുദ്ധ വചനം പറഞ്ഞാൽ, എനിക്കറിയാവുന്ന കലിമത്തുണ്ടല്ലോ, അത് നിങ്ങൾ പറയാൻ തയ്യാറായാൽ ഇല്ല ഫറജല്ലാഹു അൻഹുന,
അള്ളാഹു അത് റിമൂവ് ചെയ്യാതിരിക്കില്ല, ആ പ്രശ്നം പരിഹരിക്കുമെന്ന് പുണ്യ റസൂൽ പറയാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വഹയിൻ്റെ വാക്കാണ്, ഇത് എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല, ഇത് വാക്ക് മാറുമൊന്നുമില്ല, ഇത് കൃത്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു ആ വാക്ക് ഏതാ. അത് ഖുർആൻ പ്രസൻറ്റ് ചെയ്ത വാക്കാണ്, അള്ളാഹു പഠിപ്പിച്ച വാക്കാണ്. ആ വാക്ക് വലിയ പ്രശ്നത്തിലകപ്പെട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കലിമത്തു അഖി യൂനുസ അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ ഹദീസിൽ പറയുന്നത്, ഖുർആനിൽ അങ്ങനെയാണല്ലോ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രഗത്ഭമായ ദുആയാണത്. അവിടെ നിന്ന് ആത്മാർത്ഥമായി ചൊല്ലിയ ദിക്റാണ് ഈ ദിക്ർ എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തരുന്നത്. ഖുർആനും അങ്ങനെ തന്നെ പറയുന്നത്. ഏതാ വാക്ക്, ഏതാ ആ പരിശുദ്ധമായ വചനം ഏതാ, നമുക്കെല്ലാം പരിചയം ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചൊല്ലുന്നതിൽ താല്പര്യം കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ആവേശത്തിന് ചൊല്ലി പിന്നെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണ്ടതാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടി വരില്ല. അള്ളാഹുവിനെ ഓരോന്ന് പരിഹരിച്ച് നമ്മുടെ കൂടെ നിൽക്കും. അള്ളാഹു കൂടെ നിൽക്കുന്ന ദിക്റാണ്, പടച്ചവൻ നമ്മുടെ കൂടെ നിൽക്കും. ഏതാ പരിശുദ്ധ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അൽഹംദുലില്ലാ. എത്ര മനോഹരമാണെന്നറിയോ ഈ വാക്ക്. അള്ളാഹ്ക്ക് എത്ര ഇഷ്ടമെന്നറിയോ ഈ വാക്ക് പറയുന്നത്. വലിയ ഇഷ്ടമാണ് ഈ വാക്ക് പറയുന്നത്. എന്താ ഈ വാക്കിൽ പറയുന്നത്? അവർ ബോധത്തോടു കൂടെ പറയുമ്പോഴാണ് എഫക്റ്റ് കിട്ടുക. എന്താ വാക്കിൽ പറയുന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവേ നീയല്ലാതെ ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പോലും അല്ല ഇവിടെ പറയുന്നത്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ. അള്ളാഹുവിനെ മുന്നിൽ പ്രസൻറ്റ് തൊട്ട് മുന്നിലുള്ള ആളോട് പറയും പോലെ തന്നെ, നമ്മുടെ കൂടെയുള്ള ആളോട് നമ്മൾ സംസാരിക്കുന്ന പോലെയാണ്. നീയല്ലാതെ ഇലാഹില്ല. സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്താണ്, നിന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്താണ്. നീ പരിശുദ്ധനാണ്. സുബ്ഹാനക് ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരു കാര്യം നിന്നോട് ഞാൻ ഓപ്പൺ ചെയ്തു പറയാൻ, എനിക്കൊരു പ്രയാസമില്ല. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികൾ പെട്ടുപോയി റബ്ബേ. ഈ രോഗം, ഈ കടം, ഈ പ്രയാസം, ഈ വിഷമം, ഈ ടെൻഷൻ, ഈ ബുദ്ധിമുട്ട്, അള്ളാഹുവേ ഞാൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. എമ്പാടും എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാകത്തിന് പല പ്രശ്നങ്ങളും തെറ്റുകൾ സംഭവിച്ചു പോയ ഒരു പാപിയായ അടിമയാണ് ഞാൻ. എൻ്റെ സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിച്ച ആളുകളിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് റബ്ബേ, അത് ഞാൻ നിന്നോട് തുറന്നു പറയാം. നീ പരിശുദ്ധനാണ്, ഞാൻ മോശക്കാരനാണ്. ആ വാക്കാണ്. ഈ വാക്ക് ആത്മാർത്ഥമായിട്ടൊരു വിശ്വാസി പറയുമ്പോൾ അള്ളാഹു ഏത് പ്രശ്നത്തെയും പരിഹരിക്കും, ഏത് പ്രയാസവും നീക്കിത്തരുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയാണ്. അപ്പോൾ ഈ പരിശുദ്ധ വചനം പ്രിയപ്പെട്ടവരെ ഒരു 40 ദിവസം നമ്മൾ കൊണ്ട് കഴിയുമെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ പരിശുദ്ധ വചനം ഒരു 40 ദിവസം 40 വട്ടം വീതം, ഒരു ദിവസം 40 വട്ടം പാരായണം ചെയ്ത് ഏതെങ്കിലും പ്രത്യേകമായ നെയ്യത്ത് വെച്ച് പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ ആ പ്രശ്നം അല്ലെങ്കിൽ ആ നെയ്യത്ത് കൃത്യമാകും, പ്രശ്നങ്ങൾ പരിഹരിക്കും. വേണ്ട, ഈ പരിശുദ്ധ വചനം ഒരു 40 വട്ടം വീതം ഒരു 7 ദിവസം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമായി തുടങ്ങും. അത്ഭുതകരമായി ആ എക്സ്പീരിയൻസ് വേറെ ആരും പറയണ്ട, ചരിത്രമൊന്നും വായിക്കണ്ട, നമുക്ക് തന്നെ സ്വന്തമായിട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ 7 ദിവസം അൽഹംദുലില്ലാ ഇത് 40 വട്ടം വീതം മുടങ്ങാൻ പാടില്ല. ഏത് സമയത്താണ് ചൊല്ലുന്നത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, ഇടയ്ക്ക് മുടങ്ങാൻ പാടില്ല. അത് തുടർച്ചയായിട്ട് കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ. അപ്പോൾ 7 അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 41 ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട് അങ്ങോട്ട് ചൊല്ലിപ്പോന്നാൽ 40 വട്ടം വെച്ചായിക്കോട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സറിഞ്ഞ് ചൊല്ലണം കേട്ടോ. ചുമ്മാ എണ്ണം പൂർത്തീകരിക്കാനും ചുമ്മാ കാര്യലാഭത്തിന് വേണ്ടിയാകരുത്, ദുനിയാവിലേക്ക് മാത്രമാകരുത് നീയത്ത്. അള്ളാഹിൻ്റെ കൂലി മോഹിക്കണം. അള്ളാഹുവേ, നീ ഈ ദിക്കറിന് നൽകിയ മഹത്വം എത്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ സാധുക്കളായ ഉസ്താദുമാർ പറഞ്ഞു തന്ന കുറച്ചറിവേ ഉള്ളൂ, നിനക്കാണല്ലോ എല്ലാം അറിയാവുന്നത്, അതിൻ്റെ പ്രതിഫലം മുഴുവൻ എനിക്ക് വേണം. എൻ്റെ ഈ പ്രശ്നം നീ പരിഹരിക്കണമല്ല എന്ന് പറഞ്ഞാൽ, മനസ്സ് തുറന്നാൽ അൽഹംദുലില്ലാ വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു പറയാണ്, ഇത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരും അനുഭവിക്കാത്ത വലിയൊരു പ്രശ്നത്തിൽ കിടന്നു, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു പറയുന്ന വാക്കാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഫസ്തജ്ബനാ ലഹു വനജ്ജൈനാഹു മിനൽ ഗമ്മ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഉടൻ ഇജാബത്ത് കൊടുത്തു നമ്മൾ. അള്ളാഹു ഉത്തരം കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വചനമാണ്. ഉടൻ സഡൻ ഉത്തരം കൊടുത്തു, നാം ഉത്തരം കൊടുത്തെന്ന് അള്ളാഹു പറയുന്നത്. വനജ്ജൈനാഹു മിനൽ ഗമ്മ്, ആ പ്രയാസത്തിൽ നിന്നും അള്ളാഹു റിലീസ് ചെയ്തു, ഒഴിവാക്കി കൊടുത്തു. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു പോയി, ആരും കാണാത്ത, ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരു സന്ദർഭമാണെന്ന് നോക്കണം.
അവിടെ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്ക് കേട്ടോളി, പരിശുദ്ധമായ സൂറത്തുൽ അംബിയാഇന്റെ 88-ാമത്തെ ആയത്ത് നോക്കി നോക്ക്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇങ്ങനെ തന്നെയാണ് മുഅ്മിനീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുന്നത്. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, പ്രയാസമായിക്കോട്ടെ, മുഅ്മിനീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രഗത്ഭമായ മാർഗം ഇതാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ഈ ദിക്റ് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ സൗഭാഗ്യം നമ്മുടെ മുന്നിൽ അള്ളാഹു തുറന്നു നൽകുമെന്ന് കാണാം. ഹദീസിൽ കാണുന്നുണ്ട്, ഒരു രോഗി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ രോഗാവസ്ഥയിൽ ഈ പരിശുദ്ധമായ ദിക്റ് പറയാൻ എത്രയാണ് പറയുന്നത്? 40 വട്ടം പുണ്യ റസൂൽ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഗുഫിറ ലഹു ജമീഉ ദുനൂബിഹി, അവൻ്റെ രോഗം മാറിയാൽ, അതായത് ആയുസ്സുമാക്കേണ്ട ഈ രോഗം മാറും. ശരിക്കും ശ്രദ്ധിക്കണം, ഈ പരിശുദ്ധ വചനം ഒരാൾ ചെറുതോ വലുതോ രോഗം ബാധിച്ചപ്പോൾ ഈ വചനം 40 വട്ടം വീതം പറയുന്ന പതിവാക്കി. അങ്ങനെയാണെങ്കിൽ ആയുസ്സുണ്ടെങ്കിൽ അള്ളാഹു രോഗം മാറ്റിത്തരും. ആയുസ് ബാക്കിയുണ്ടെങ്കിൽ രോഗം ഉടൻ മാറും. എന്നിട്ടോ രോഗം ചുമ്മാ മാറ്റി കൊടുക്കുകയല്ല. കണ്ടില്ലേ, വഖദ് ഗുഫിറ ലഹു ജമീഉ ദുനൂബി, അവരുടെ എല്ലാ പാപങ്ങളും, ഇനി കുറച്ച് ഭാഗം അവിടെ എവിടെയും കിടക്കൊന്നുമില്ല, സകല പാപങ്ങളും ഇതുകൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചോക്കെ, ഇനി ഈ രോഗാവസ്ഥയിൽ അയാൾ മരിക്കാനുള്ളതാണെങ്കിലോ, അജലത്തി ആയുസ്യത്തിൽ മരിക്കുമല്ലോ, മരിക്കേണ്ട മരണരോഗമാണെങ്കിലോ അൽഹംദുലില്ലാ ഒരു പ്രയാസമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു കൊടുക്കുന്ന കൂലി ഒരു ഖത്മോദിയ കൂലിയൊന്നുമല്ല, അജ്റു ഷഹീദ്, ഷഹീദിൻ്റെ ശുഹദാക്കൾക്ക്, അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തം വാർന്ന ഷഹീദായി പോയി ശുഹദാക്കൾ കൊടുക്കുന്ന കൂലി നിങ്ങളുടെ തോളിൽ, വലത്തെ തോളിൻ്റെ നന്മയുടെ റെക്കാർഡിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ ഹദീത്ത് നെഞ്ചകത്തേക്ക് ഈ പരിശുദ്ധമായ വചനം കയറണം. എന്നിട്ട് ഇന്നു മുതൽ ഈ റജബിൻ്റെ ഇനി അങ്ങോട്ടുള്ള സകലമായ സമയങ്ങളിൽ ഈ ഖുർആൻ പ്രസൻറ്റ് ചെയ്താണെങ്കിലും ഇതൊരു ദിക്ർ എന്നുള്ള നെയ്യത്തിൽ സഹോദരിമാർക്ക് ഏത് പീരീഡ്സിൻ്റെ സമയത്തും അശുദ്ധിയുടെ സമയത്തും ഓതാം. ഇത് മുടക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. 40 വട്ടത്തിൽ കുറയരുത്. അൽഹംദുലില്ലാ. എന്നിട്ട് ഏത് പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നം നിയ്യത്ത് ചെയ്ത് നമ്മളാണ് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്ത് അള്ളാഹു നടത്തിത്തരുമെന്ന നിയ്യത്തോടെ അൽഹംദുലില്ലാ. അതുകൊണ്ട് പരമാവധി പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തണം. ഇത് നമ്മുടെ പ്രശ്നം മാത്രം മാറിയാൽ പോരല്ലോ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ, ഫ്രണ്ട്സിൻ്റെ, കുടുംബക്കാരുടെ എല്ലാം മാറണ്ടേ. അപ്പോൾ അവർ കൂടെ അറിയണ്ടേ ഈ ഒരു ടോപ്പിക്ക്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ക്ലാസ് കേൾക്കണം. റാഹത്തായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ചാനൽ പ്രിയപ്പെട്ടവരെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. പരമാവധി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം ചുമ്മാ കണ്ടുപോയാൽ പോരാ. ഈ പരിശുദ്ധമായ ഈ ഒരു പഠന ക്ലാസ് നമുക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ അൽഹംദുലില്ലാ നമുക്ക് ഉപകാരപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം, ഓൾ സെലക്ട് ചെയ്യണം. അപ്പോൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഉപയോഗപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാണ്, കമൻറ്റിൽ നിങ്ങളൊന്ന് വരണം. ഒരു അൽഹംദുലില്ലാ എങ്കിലും കമൻറ്റിൽ നിങ്ങളൊന്ന് പറയണം. കാരണം അതെന്താ, അത് ഒന്ന് നിഅമത്ത് കിട്ടിയതിൻ്റെ സന്തോഷം. ക്ലാസ് കേട്ടല്ലോ അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയും ഒരുപാട് കേൾക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകും. അതാണ് ഈ അൽഹംദുലില്ലയുടെ പവർ. പിന്നെ എന്താ, പിന്നെ നമ്മളിതിൽ ദുആ ചെയ്യാൻ പറയുമ്പോൾ പ്രത്യേകം കമൻറ്റ് പറഞ്ഞവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിൽ പെടാൻ പറ്റും. പിന്നെ ഈ ക്ലാസ് ഒരുപാട് പേർക്ക് എത്താൻ കാരണമാകും. ഒരു ലൈക്ക് കൊടുത്തു അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തു, ഈ ക്ലാസ് ഒരുപാട് പേരിലേക്ക് പോകാൻ അതൊരു കാരണമാകും. അതും വലിയ നിഅമത്താണ്. പ്രത്യേകിച്ച് കൂലി ഒരുപാട് കിട്ടുന്ന റജബൊക്കെയാണല്ലോ. മാക്സിമം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ ഖൈറും ബറക്കത്തും നിഅമത്തും റാഹത്തും സലാമത്തും ഹിഫ്ളും നമുക്കും നമ്മുടെ മുഹിബ്ബീങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ഇനിയും അൽഹംദുലില്ലാ വിജ്ഞാനത്തിൻ്റെ മറ്റൊരു നുറുങ്ങുവെട്ടവുമായി നമുക്ക് വീണ്ടും കണ്ടെത്താം. അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.